എല്ലാവർക്കും നമസ്കാരം. ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു എൻജിനീയറിംഗ് ജോലിയുമായിട്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു സംവിധായകനെയോ അല്ലെങ്കിൽ നിർമ്മാതാവിനെയോ ഒക്കെ പരിചയപ്പെടാൻ സാധിച്ചാൽ അന്ന് എനിക്ക് അല്പം എനിക്ക് സംഗീതം ചെയ്യാൻ കഴിയുമെന്നും അതിനാൽ ഏതെങ്കിലും ഒരു അവസരം തരണമെന്നും എപ്പോഴെങ്കിലും ചോദിക്കണം എന്ന് ആഗ്രഹിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം 100ാമത്തെ ചിത്രത്തിൽ എത്തുന്നു എന്നുള്ളത് ഗുരുവായൂരിലെ ഭഗവാന്റെ ഏറ്റവും വലിയ കടാക്ഷം. എന്നിൽ വിശ്വാസം അർപ്പിച്ച് സംവിധായകരെയും നിർമ്മാതാക്കളെയും എനിക്ക് വേണ്ടി പാട്ടെഴുത്തുകാരെയും പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ട ഗിരീഷേട്ടനെ, എനിക്ക് വേണ്ടി പാടിയ ദാസാർ തൊട്ട് നിഖിൽ രാജ് വരെയുള്ള ഗായകരെ, എൻ്റെ സിനിമകളിൽ വേഷങ്ങൾ പകർന്നാടിയ ആക്ടേഴ്സിനെ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ഈ 100ാമത്തെ സിനിമയ്ക്ക് അവസരം തന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടാലൻറ്റ് കാണിക്കാനായിട്ടുള്ള ഒരു സ്റ്റേജ് വേണം, എങ്കിൽ മാത്രമേ അയാളുടെ കലയ്ക്ക് പ്രഭയുള്ളൂ. അപ്പോൾ 100ാമത്തെ സിനിമ ചെയ്യാനായിട്ട് എനിക്ക് അവസരം തന്നത് എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ സുരേഷ് കുമാർ. സുരേഷ് ചേട്ടനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ ആദ്യമായിട്ടാണ് പ്രഗത്ഭനായ സംവിധായകൻ ശ്രീ രാജീവ് കുമാറിനൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ അടുത്ത ഒരു റൈസിംഗ് സ്റ്റാർ എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന ശ്രീ മുരുകൻ കാട്ടാക്കട. ഈ സിനിമയിൽ 2 ഗാനങ്ങൾ ശ്രേയ ഘോഷൽ പാടിയിട്ടുണ്ട്. സാധാരണ ബോംബെ പോയിട്ടാണ് അവരുടെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാറ്. പക്ഷേ അവർ ഈ 100ാമത്തെ ചിത്രം എന്നുള്ള രീതിയിൽ അവർ തിരുവനന്തപുരത്ത് വന്ന് ഇതുമായി സഹകരിച്ച് 2 ദിവസം ഇവിടെ നിന്നിട്ട് ഈ പാട്ടുകൾ പാടുന്നതിന് അവരോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ സിനിമയ്ക്ക് വേണ്ടി മറ്റ് ഗാനങ്ങൾ ആലപിച്ച് സുദീപ് കുമാർ, നിഖിൽ രാജ്, കാർത്തിക വൈദ്യനാഥൻ എന്നിവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എന്നെ ഒരു സംഗീത സംവിധായകനായി ഈ 15 വർഷങ്ങളിലൂടെ എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ നിലനിർത്തുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ നമസ്കരിക്കുന്നു. നമസ്കാരം.